തയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ എപ്പോഴേലും മതി തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തുണി അവിടെ ഇരുന്ന് പോകത്തുള്ളൂ. അങ്ങനെ ഇരുന്ന് പോയൊരു തുണിയാണ് കേട്ടോ ഇത്. എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നതാണ്. 2025 തന്നതാണെങ്കിലും ചെയ്ത് തുടങ്ങിയപ്പം 26 ഒരു കാഫ്താൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നതാണ്. അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു നല്ല അടിപൊളി മെറ്റീരിയലാണ്. സംഭവത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. നല്ല ഗ്ലൈസിങ് ആയിട്ട് നല്ലൊരു കളറും കൂടിയായിരുന്നു അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പം കട്ട് ചെയ്യുന്നത് അതിൻ്റെ ലൈനിങ് ആണ്. ഞാൻ മുന്നേ ഒരു കാഫ്താൻ ചെയ്തിട്ടുണ്ടെങ്കിലും ലൈനിങ് വെച്ചിട്ട് ചെയ്യണത് ഇതാദ്യമാണ് കേട്ടോ. ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാൻ നെക്ക് മാത്രമാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെ നെക്ക് ഞാൻ ഒന്നിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. പിന്നെ സാധാ ചെയ്യുന്ന പോലെ മെഷർമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് താഴ്ഭാഗത്തേക്കും ആ മുഴുവൻ വീതി തന്നെ എടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ലൈനിങ്ങിൻ്റെ സ്ലീവ് മടക്കി അടിക്കാൻ ഞാൻ വേറെ പീസൊന്നും വെച്ചില്ല. ആ കട്ട് ചെയ്തത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുകയാണ് കേട്ടോ. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാണ്ട് നെക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഇത് മെയിൻ മെറ്റീരിയലിലോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയായിരുന്നു. പിന്നെ അതിൻ്റെ കറക്റ്റ് സെൻറ്ററൊക്കെ കണ്ടുപിടിച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് പിന്നെ ആ ലൈനിങ് അതുപോലെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാനതിപ്പോൾ ഒന്ന് അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഉൾഭാഗത്ത് കട്ട് ചെയ്തിട്ട് ലൈനിങ് മറിച്ചെടുത്ത് നെക്ക് സെറ്റാക്കുകയാണ് ചെയ്തത്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സംഭവം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ഒരു മോഡിൽ ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യുക കേട്ടോ. ലൈനിങ് മറിച്ചെടുത്തതിന് ശേഷം നെക്കൊന്ന് പതിച്ചടിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നെക്ക് മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്തുള്ളത് കൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് കൂട്ടി അതിനുശേഷം മെയിൻ മെറ്റീരിയലും അതുപോലെ തന്നെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ തുണി ഭയങ്കര പ്ലെയിൻ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക് വെക്കണം എന്നവളിങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്നും കൂടെ പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.